പ്രിയമുള്ളവരെ, ഈശോമിശിഹായിൽ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായം, സിലബസിലെ അവസാന അധ്യായം ഉൾക്കൊള്ളുന്ന എപ്പിസോഡ് നമ്പർ 65 ഊഷ്മളമായ സ്വാഗതം. മലയാളത്തിലും ഇംഗ്ലീഷിലും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ അധ്യായങ്ങളിലെയും വീഡിയോകൾ ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായി കരുതുന്നു. ബൈബിളിലെ വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വെല്ലുവിളിയായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ പിന്തുണയും അതെനിക്ക് സാധ്യമാക്കി. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി. ഈ പരിശ്രമങ്ങളെ അഭിനന്ദിക്കാൻ എന്നെ വിളിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ശംഷാബാദ് രൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, വിവിധ രൂപതകളിലെ പിതാക്കന്മാർ, ശംഷാബാദ് എപ്പാർക്കി ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ തോമസ് വാഴയിൽ, അഹമ്മദാബാദ് സെൻറ്റ് അൽഫോൻസ കുർബാന സെൻറ്ററിലെ ഞങ്ങളുടെ പ്രിയ വികാരിയച്ഛൻ റവറൻ ഫാദർ മാത്യു പാലക്കോട്ടുകുന്നേൽ, മറ്റനേക വൈദികർ എന്നിവർക്കും ഈ യാത്രയിലെ എല്ലാ പിന്തുണയും നൽകിയ നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദി. വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ശക്തിയും ജ്ഞാനവും നൽകി ഈ ഉദ്യമത്തിലൂടെ എന്നെ നയിച്ചതിന് ഞാൻ കർത്താവിനോട് അഗാധമായി നന്ദിയുള്ളവനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും വലിയ പ്രചോദനത്തിൻ്റെ ഒരു ഉറവിടമായിരുന്നു. ഈ പരമ്പര സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സ്വന്തം ഇടഭാഗങ്ങൾ, അടുത്തും അകലെയുമുള്ള സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും നന്ദി. ക്രിസ്തുവിനെ നന്നായി തെരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടരുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിലും അവൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവിലും വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക 16 ഒരു ആമുഖം. സമ്പത്തിനെയും വിശ്വസ്തതയെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഈ അധ്യായം വെല്ലുവിളിക്കുന്നു. ലൗകിക വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശാശ്വതമായ അനന്തരഫലങ്ങളും അനുകമ്പയുടെ ആവശ്യകതയും എടുത്തു കാണിക്കുന്ന ധനികൻ്റെയും ലാസറിൻ്റെ ഉപമയും അധ്യായത്തിൽ ഉൾപ്പെടുന്നു. ഒരാൾക്ക് ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശത്തോടെയാണ് യേശു ഉപസംഹരിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ. 1. ലൂക്ക 16-ാം അധ്യായത്തിൽ ഏത് പേരാണ് ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിരിക്കുന്നത്? ഏത് പേരാണ് ലൂക്ക 16-ാം അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിരിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അബ്രാഹം. 7 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അബ്രാഹം, അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ലൂക്ക 16-ൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ യേശു ആരോടാണ് പറയുന്നത്? അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ യേശു ആരോടാണ് ലൂക്ക 16-ൽ പറയുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം തൻ്റെ ശിഷ്യരോട്. ലൂക്ക 16:1 നമ്മളത് വായിക്കുന്നു, തൻ്റെ ശിഷ്യരോട്. മൂന്നാമത്തെ ചോദ്യം, ലൂക്കയുടെ സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? ഏറ്റവും ചെറിയ അധ്യായം ഏത് എന്നാണ് അടുത്ത ചോദ്യം. ലൂക്കയുടെ സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ അധ്യായം. അതിൻ്റെ ഉത്തരം അധ്യായം 16. 31 വാക്യങ്ങൾ മാത്രമുള്ള അധ്യായം 16 ഏറ്റവും ചെറിയ അധ്യായം ലൂക്കയുടെ സുവിശേഷത്തിൽ. നാലാമത്തെ ചോദ്യം, അവിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ച് യജമാനന് ലഭിച്ച പരാതി എന്തായിരുന്നു? അവിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ച് യജമാനന് ലഭിച്ച പരാതി എന്തായിരുന്നു? അതാണ് നാലാമത്തെ ചോദ്യം. ഉത്തരം അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന്. ലൂക്ക 16:1 സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന്. 5. കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. ഇങ്ങനെ ആത്മഗതം ചെയ്തത് ആര്? ആരാണ് ഇങ്ങനെ ആത്മഗതം ചെയ്തത്? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. ഉത്തരം അവിശ്വസ്തനായ കാര്യസ്ഥൻ. ലൂക്ക 16:3 അവിശ്വസ്തനായ കാര്യസ്ഥനാണ് ഇങ്ങനെ ആത്മഗതം ചെയ്തത്. ലൂക്ക 16:6 അനുസരിച്ച് ആദ്യത്തെ കടക്കാരൻ്റെ യഥാർത്ഥ കടം എന്തായിരുന്നു? ലൂക്ക 16:6 അനുസരിച്ച് ആദ്യത്തെ കടക്കാരൻ്റെ യഥാർത്ഥ കടം എന്തായിരുന്നു? അതാണ് ആറാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 100 ബത്ത് എണ്ണ. 100 ബത്ത് എണ്ണ, 100 ലിറ്റർ എണ്ണ എന്ന് അതാണ് അതിൻ്റെ ഉത്തരം. 7. അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. ലൂക്ക 16:6 ആര് ആരോട് പറഞ്ഞു? ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. ഉത്തരം കാര്യസ്ഥൻ താൻ വിളിച്ച ഒന്നാമത്തെ കടക്കാരനോട്, യജമാൻ്റെ ഒന്നാമത്തെ കടക്കാരനോട് ആണ് പറയുന്നത്. 8ാമത്തെ ചോദ്യം, ലൂക്ക 16-ൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ യജമാനൻ്റെ എത്ര കടക്കാർക്ക് കടം ഇളവ് ചെയ്തു കൊടുത്തു? എത്ര കടക്കാർക്ക് കടം ഇളവ് ചെയ്തു കൊടുത്തു? ലൂക്ക 16-ൽ അവിശ്വസ്തനായ കാര്യസ്ഥൻ. അതിൻ്റെ ഉത്തരം 2 പേർക്ക്. 2. ലൂക്ക 16:6-7. 9ാമത്തെ ചോദ്യം, ലൂക്ക 16:7 അനുസരിച്ച് രണ്ടാമത്തെ കടക്കാരൻ്റെ കടം ഇളവിന് ശേഷം എത്രയായി? രണ്ടാമത്തെ കടക്കാരൻ്റെ കടം ഇളവിന് ശേഷം എത്രയായി എന്നതാണ് 9ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം
100 കോർ ഗോതമ്പ് ആയിരുന്നത് 80 കോറായി കുറഞ്ഞു. 80 കോറാണ് അവസാനത്തെ കടം. 10ാമത്തെ ചോദ്യം, നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തുകൊണ്ട്? നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തുകൊണ്ട്? അതാണ് 10ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ. ലൂക്ക 16:8 നമ്മളങ്ങനെ വായിക്കുന്നു, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ. 11ാമത്തെ ചോദ്യം, ലൂക്ക 16:8 അനുസരിച്ച് ആരാണ് തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ? ആരാണ് തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ? ലൂക്ക 16:8 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ. ഈ യുഗത്തിൻ്റെ മക്കൾ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 12, പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ ഡാഷിൽ സ്വീകരിക്കും. ലൂക്ക 16:9. ആ പൂരിപ്പിക്കാനുള്ള ആണ് ഇവിടെ സ്വീകരിക്കുന്നതാണ്. നിത്യകൂടാരങ്ങളിൽ, അതാണ് അതിൻ്റെ ഉത്തരം. നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അടുത്ത ചോദ്യം 13, അധ്യായം വാക്യം ഏത്? ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധ്യായം വാക്യം സൂചിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ചോദ്യത്തിൽ. അതിൻ്റെ ഉത്തരം ലൂക്ക 16-ാം അധ്യായം 10-ാം വാക്യം. ലൂക്ക 16:10 ഇങ്ങനെ പറയുന്നത്. 16:10. അടുത്ത ചോദ്യം 14, അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് യേശു ലൂക്ക 16:11 ചോദിക്കുന്നത്. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ ആര് നിങ്ങളെ ഏൽപ്പിക്കും? ഉത്തരം യഥാർത്ഥ ധനം നിങ്ങളെ ആരെ ഏൽപ്പിക്കുമെന്നാണ് ഈശോ ചോദിക്കുന്നത്. 15, പൂരിപ്പിക്കുക. ഡാഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ലൂക്ക 16:12. ഡാഷിൻ്റെ കാര്യത്തിൽ, എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുന്നത്? ഉത്തരം മറ്റൊരുവൻ്റെ കാര്യത്തിൽ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 16, ആർക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ലൂക്ക 16:13 പറയുന്നത്? ആർക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ലൂക്ക 16:13 പറയുന്നത്? അതിൻ്റെ ഉത്തരം ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല എന്നാണ്. അടുത്ത ചോദ്യം 17, നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അതിൻ്റെ ഉത്തരം ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ സാധിക്കില്ല. ലൂക്ക 16:13. അടുത്ത ചോദ്യം 18, ഇതെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പുച്ഛിച്ചത് ആരെന്നാണ് ലൂക്ക 16:14 പറയുന്നത്? ഇതെല്ലാം കേട്ടപ്പോൾ യേശുവിനെ പുച്ഛിച്ചത് ആരെന്നാണ് ലൂക്ക 16:14 പറയുന്നത്? അതിൻ്റെ ഉത്തരം പണക്കൊതിയരായ ഫരിസേയരാണ് ഫരിസേയരാണ് യേശുവിനെ കുറ്റപ്പെടുത്തിയത്. 19, ലൂക്കയുടെ സുവിശേഷത്തിലെ ഏത് അധ്യായമാണ് മരണാനന്തര ജീവിതത്തെ, സ്വർഗം നരകം കുറിച്ച് വിവരിക്കുന്നത്? ലൂക്കയുടെ സുവിശേഷത്തിലെ ഏത് അധ്യായമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്? ഉത്തരം ലൂക്ക 16, വാക്യങ്ങൾ 22 മുതൽ 26 വരെ. ലൂക്ക 16 നമ്മൾ കാണുന്നത്. 20ാമത്തെ ചോദ്യം, ലൂക്ക 16:16 നിയമവും പ്രവാചകന്മാരുമായി ബന്ധിപ്പിച്ച് യേശു പരാമർശിക്കുന്ന പേര് ഏത്? ലൂക്ക 16:16 നിയമവും പ്രവാചകന്മാരുമായി ബന്ധിപ്പിച്ച് യേശു പരാമർശിക്കുന്ന പേരേത്? ഉത്തരം യോഹന്നാൻ എന്നുള്ള പേരാണ് അവിടെ നമ്മൾ കാണുന്നത്, യോഹന്നാൻ. അടുത്ത ചോദ്യം 21, ലൂക്ക 16:16 അനുസരിച്ച് എല്ലാവരും ബലം പ്രയോഗിച്ച് പ്രവേശിക്കുന്നത് എവിടെ? ലൂക്ക 16:16 അനുസരിച്ച്? അതിൻ്റെ ഉത്തരം ദൈവരാജ്യത്തിലാണ് എല്ലാവരും ബലം പ്രയോഗിക്കുന്നതാണ് ലൂക്ക 16:16 പറയുന്നത്. 22, അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്? അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്? അതാണ് ചോദ്യം 22. ഉത്തരം നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും. ലൂക്ക 16:17. 23, ലൂക്ക 16 2 ഉപമകളുടെയും ആരംഭവാക്യത്തിൽ കാണുന്ന ഒരു പൊതുവായ പദം ഏത്? ലൂക്ക 16 2 ഉപമകളുടെയും ആരംഭവാക്യത്തിൽ കാണുന്ന ഒരു പൊതുവായ പദം ഏത്? അതിൻ്റെ ഉത്തരം ധനവാൻ
എന്ന് നമ്മൾ കാണുന്നു രണ്ടിലും. ഒന്ന് ധനവാൻ്റെ കാര്യസ്ഥനെ കുറിച്ച് പറയുന്നു, മറ്റ് ധനവാൻ ലാസറിനെ കുറിച്ച് പറയുന്നു. ലൂക്ക 16:1-19. 24. ലാസർ എന്ന ദരിദ്രൻ കിടന്നിരുന്നത് എവിടെ? ലാസർ എന്ന ദരിദ്രൻ കിടന്നിരുന്നത് എവിടെ? അതാണ് 24ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ധനവാൻ്റെ പടിവാതിൽക്കൽ. ലൂക്ക 16:20. ധനവാൻ്റെ പടിവാതിൽക്കലാണ് ലാസർ കിടന്നിരുന്നത്. 27. ലാസറിൻ്റെ മരണശേഷം ദൂതന്മാർ അവനെ എങ്ങോട്ടാണ് സംവഹിച്ചത്? ലാസറിൻ്റെ മരണശേഷം ദൂതന്മാർ അവനെ എങ്ങോട്ടാണ് സംവഹിച്ചത്? അതാണ് 25ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ലൂക്ക 16:22 അനുസരിച്ച് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. 26. പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത് ആര്, എപ്പോൾ? പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത് ആര്, എപ്പോൾ? അതിൻ്റെ ഉത്തരം ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ധനവാൻ ഇങ്ങനെ പറയുന്നത്. ലൂക്ക 16:23. 27. മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ആരുടെ വാക്കുകളാണിവ? മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ആരുടെ വാക്കുകളാണിവ? ഉത്തരം അബ്രാഹത്തിൻ്റെ. ലൂക്ക 16:25 നമ്മൾ വായിക്കുന്നു. അബ്രാഹത്തിൻ്റെ വാക്കുകളാണിവ. അടുത്ത ചോദ്യം 28. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അവർ എന്നതുകൊണ്ട് ധനവാൻ എത്ര സഹോദരന്മാരെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്? ധനവാൻ എത്ര സഹോദരന്മാരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 5 സഹോദരന്മാരെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൂക്ക 16:28. 5 സഹോദരന്മാരെ. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 29. ലൂക്ക 16:29 അനുസരിച്ച് ധനവാന്റെ സഹോദരന്മാർ ആരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? 16:29 അനുസരിച്ച് ധനവാന്റെ സഹോദരന്മാർ 5 പേര് ആരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? അതിൻ്റെ ഉത്തരം മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രാഹാം പറഞ്ഞത്. അടുത്ത ചോദ്യം ലൂക്ക 16:9 സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് ഏത് പദമാണ് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അതാണ് 30ാമത്തെ ചോദ്യം. ലൂക്ക 16:9 സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് ഏത് പദമാണ് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സമ്പത്തിന് പകരം ഏത് പേരാണെന്ന്? ഉത്തരം മാമോൻ എന്ന പദം. അടിക്കുറിപ്പ് കാണുക. മാമോൻ എന്ന പദം അത് ബൈബിളിൻ്റെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തെ നരകത്തെക്കുറിച്ചുള്ള ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു, അതായത് ഈ 16ാം അധ്യായത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണിത്. ലൂക്ക 16 ഒരു ഉൾക്കാഴ്ച. യേശുവിൻ്റെ ഉപമകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും സമ്പത്തിനെയും മുൻഗണനകളെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ അധ്യായം വെല്ലുവിളിക്കുന്നു. അത് ജ്ഞാനപൂർവമായ കാര്യനിർവഹണത്തിന് ഊന്നൽ നൽകുന്നു. പണത്തോടുള്ള സ്നേഹത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. ഭൗമിക മൂല്യങ്ങളെ ശാശ്വത സത്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ അല്ലെങ്കിൽ ലൗകിക സമ്പത്തിനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലോടെയാണ് അധ്യായം അവസാനിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം 16ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ഉൾക്കാഴ്ച ഇങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. ടിപ്സ്. ലോഗോസ് ബൈബിൾ ക്വിസ് 24 തയ്യാറെടുക്കുമ്പോൾ ഈ അധ്യായത്തിലെ പ്രധാന ഉപമകളും പ്രബോധനങ്ങളും മനസ്സിലാക്കാൻ അധ്യായം നന്നായി വായിക്കുക. തുടർന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കുക. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയും വാക്യങ്ങൾ 1 മുതൽ 13 വരെ, ധനികൻ്റെയും ലാസറിൻ്റെ ഉപമയും വാക്യങ്ങൾ 19 മുതൽ 31 വരെ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലൂക്ക 16:10, ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കാനുള്ള അസാധ്യതയെ അടിവരയിടുന്ന ലൂക്ക 16:13 തുടങ്ങിയ പ്രധാന വാക്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 14-15 വാക്യങ്ങളിലെ ഫരിസേയരുടെ പ്രതികരണം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓൾ ദ ബെസ്റ്റ് അഹെഡ്. മേ ഗോഡ് ബ്ലെസ് യു. വി ആർ ഗ്ലാഡ് യു ജോയിൻഡ് us. We could finish 65 videos across all the different chapters which are included in our syllabus. Thank you so much for your support. So many people have supported us in this endeavor. May God bless each one of you. It is goodbye from Joseph from JJ Logos 316. Thank you so much.